എയുടെ ഒരു ഉപയോഗം കൊണ്ട് നമ്മുടെ മുഖവും അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സംസാരവും നമുക്ക് അതിലൂടെ തന്നെ നമ്മൾ പറയുന്നത് പോലെ കൃത്യമായ ലിപ്പ് അനങ്ങുന്നതും ഒക്കെ ചെയ്യാൻ എയിലൂടെ സാധിക്കും. നമ്മൾ പുറത്തു വരുന്നത് സിനിമാ നടിമാരുടെയും മറ്റ് സെലിബ്രിറ്റികളുടെയൊക്കെ ഒരു കേസുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അല്ലാതെ സാധാരണക്കാരൻ കൂടി ഇതിന് ഇരയാകുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു എ വന്നതോടുകൂടി ഒരു സ്വകാര്യതയിലേക്കുള്ള ലംഘനം കൂടിയായി. അധികമായും ചിത്രീകരിക്കപ്പെടുന്നത് ഈ ലൈംഗിക ചുവയോട് കൂടിയിട്ടുള്ള ഡീപ്പ് മോർഫിംഗ് ചെയ്തിട്ടുള്ള ഡീപ്പ് ഫേക്ക് ചെയ്തിട്ടുള്ള ചിത്രങ്ങളാണ്. കർശനമായ ഒരു നിയമ സംവിധാനമാണ് നമുക്ക് വേണ്ടത് എന്നുള്ളതാണ്. भारत का बहुत बड़ा वर्ग ऐसा है कि उसके पास वेरिफिकेशन के लिए या ऑथेंटिफाई करने के लिए कोई उसके पास पैरेलल व्यवस्था नहीं है. अगर लोगों को एजुकेट कर सकते हैं हम हमारे कार्यक्रमों के द्वारा कि आखिर है क्या, आर्टिफिशियल इंटेलिजेंस कैसे काम कर रहा है, डीप फेक क्या कर सकता है और कितना बड़ा संकट पैदा कर सकता है. AI morphed images of me which are not in great taste. They are sexualized and objectified beyond comfort, and this bothers me. I am also somebody who lives in this day and age. I use social media myself. I am fully aware of how this works. When something becomes viral, something is trending, this is scary. And I know and I'm fully aware that I cannot do much about it. But not doing anything about it. இப்போ ஒரு பெரிய ஒரு பிரச்சனை இந்த AI. It's a ஏஐங்கிறது வந்து இட்ஸ் அ பூன் அண்ட் அ பேன் ஐ திங்க். பிகாஸ் அதாவது நம் டெக்னாலஜிங்கிறது நம்ம ஹியூமன்ஸ் கண்டுபிடிச்சது. இன்னைக்கு அது நம்மளையே மீறி எங்கேயோ போற மாதிரி இருக்கு. இப்போ சோஷியல் மீடியால பார்க்கும்போது திடீர்னு நானே போய் பார்ப்பேன், நான் இந்த மாதிரி ட்ரெஸ் போட்டேன் நான், ஏன்னா அவ்வளோ ரியலா இருக்கு. നമസ്കാരം. കണ്ണുകൊണ്ട് കാണുന്നത് വിശ്വസിക്കാവൂ എന്നായിരുന്നു പണ്ടൊക്കെ നമ്മെ പറഞ്ഞ് പഠിപ്പിച്ചിരുന്നത്. എന്നാൽ ഇന്ന് കാണുന്ന എല്ലാം വിശ്വസിക്കരുത് എന്ന് പറയേണ്ടി വരും. ഈ സാങ്കേതികവിദ്യയുടെ ഉപയോഗം അല്ലെങ്കിൽ ദുരുപയോഗം തന്നെയാണ് അതിന് കാരണം. ഈ സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്ന കൃത്രിമ ബുദ്ധി എത്രത്തോളം വില്ലനാകുന്നു? ഈ വിഷയമാണ് വനിതാ ജംഗ്ഷൻ ഇന്ന് പരിശോധിക്കുന്നത്. മായ, സാങ്കേതികവിദ്യ കണ്ടുപിടിച്ചത് നമ്മൾ മനുഷ്യർ തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഒരു നിയന്ത്രണം ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ അനുഗ്രഹവുമാണ്, അതുപോലെ തന്നെ ഇപ്പോൾ ശാപവുമായി മാറിയിരിക്കുകയാണ്, അല്ലേ? തീർച്ചയായും ഐശ്വര്യ സൂചിപ്പിച്ചതുപോലെ ഇത് നമുക്ക് ഒരു AI സാങ്കേതികവിദ്യ വന്നതോടുകൂടി ഇത് നമുക്കൊരു അനുഗ്രഹമാണ്. ഒപ്പം അതുപോലെ തന്നെ വളരെ വ്യാപകമായി നമ്മുടെ നാട്ടിൽ ഇത് ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ അടുത്തിടെ നടന്ന എല്ലാ സംഭവ വികാസങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് വലിയൊരു ഡിബേറ്റിനുള്ളൊരു ടോപ്പിക്കാണിത്. ഇതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ നമുക്കിവിടെ ഇപ്പോൾ പറയാൻ പറ്റൂ എന്നുള്ളതാണ്. കാരണം അത്രത്തോളം വ്യാപകമായി അനുദിനം ഇതിൽ വ്യാപകമായി അതിന് ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇതിലേറ്റവും കൂടുതൽ ഇരയായി വരുന്നത് ഈ സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ ഈ ഡീപ്പ് ഫേക്കിൻ്റെ ഉൾപ്പെടെയുള്ള ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇതിലേറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് സ്ത്രീകളാണ് എന്നുള്ളതാണ്. കാരണം ഇതിൽ അധികമായും ചിത്രീകരിക്കപ്പെടുന്നത് ഈ ലൈംഗിക ചുവയോട് കൂടിയിട്ടുള്ള ഡീപ്പ് മോർഫിംഗ് ചെയ്തിട്ടുള്ള ഡീപ്പ് ഫേക്ക് ചെയ്തിട്ടുള്ള ചിത്രങ്ങളാണ് വ്യാപകമായി ഇതിലൂടെ പ്രചരിക്കുന്നു എന്നുള്ളതാണ്. ഇത് നമ്മുടെ ആദ്യം തന്നെ എനിക്ക് തോന്നുന്നു നടി രശ്മിക മന്ദാനയുടെ ഒരു ഫോട്ടോ ഇതുവഴി ഒരു അമേരിക്കൻ ഇൻഫ്ലുവൻസറുടെ ഒരു ഫോട്ടോയിൽ രശ്മികയുടെ മുഖം വെച്ച് ആ രീതിയിൽ വന്നതോടുകൂടിയാണ് ഇത് വ്യാപകമായി അങ്ങ് ചർച്ച ചെയ്യാൻ തുടങ്ങിയത്. അതിന് കേസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഏറ്റവും ഒടുവിലായി നമ്മൾ കാണുന്നത് നടി ഗിരിജ ഓക്ക. അവർ കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ നാഷണൽ ക്രഷ് എന്നൊക്കെ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി അവരെ പ്രൊമോട്ട് ചെയ്യുകയും അവരങ്ങ് വ്യാപകമായി എല്ലാവരും അത് ഏറ്റെടുത്ത് അവർക്ക് നല്ല രീതിയിലുള്ള മെസ്സേജുകളും അല്ലാത്തതൊക്കെ അവർക്ക് ലഭിച്ചു എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. പക്ഷേ അതിന്
അതിൻ്റെ ഏറ്റവും ദോഷവശം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ ഡീപ്പ് ഫേക്ക് വഴി മോർഫ് ചെയ്തിട്ടുള്ള വ്യാജ ചിത്രങ്ങൾ അതും ഈ ലൈംഗിക ചുവയോട് കൂടിയിട്ടുള്ള ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചു. അവരതിൽ വളരെ അധികം ആശങ്ക പങ്കുവെച്ചുകൊണ്ടാണ് അവർ രംഗത്തെത്തിയത്. അവർ ലൈവ് വീഡിയോയിൽ അത് പറയുന്നുമുണ്ടായിരുന്നു. കാരണം അവർക്കൊരു മകനുണ്ട്, അവൻ ഇത് കുറേ നാളുകൾക്ക് ശേഷം ഇത് കാണുമ്പോൾ തൻ്റെ അമ്മയുടെ ഒരു ഇത്തരത്തിലുള്ളൊരു ചിത്രം കാണുമ്പോൾ അവനുണ്ടാകുന്ന ആ മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്, അത് കൂടാതെ ഇവർക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്, ഇത്തരത്തിലെല്ലാ വ്യാജമായിട്ടുള്ള ചിത്രങ്ങൾ പടച്ചു വിടുമ്പോഴും അതിന് ഇരയായിട്ടുള്ളവർക്ക് ഉണ്ടാകുന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഞാൻ ഈ കീർത്തി സുരേഷ്, കഴിഞ്ഞ ദിവസമാണ് കീർത്തി വന്ന് പറഞ്ഞത്, കീർത്തിയുടെ ഈ AI ഉപയോഗിച്ചിട്ടുള്ള വീഡിയോകൾ. കാരണം ഇപ്പോൾ ഇത്തരത്തിലുള്ള ചിത്രങ്ങളായിക്കോട്ടെ വീഡിയോകളായിക്കോട്ടെ വരുന്നത് ഒറിജിനലിനെ വെല്ലുന്നതാണ്. ഇതിപ്പോൾ എൻ്റെ ഒരു വീഡിയോ വന്നാലും ശരി, ഐശ്വര്യയുടെ വീഡിയോ വന്നാലും ശരി, ഒരു ചിത്രം ഇതുപോലെ വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ് തീർച്ചയായിട്ടും അതാണ് പറഞ്ഞത്. നമ്മുടെ ഒരു വീഡിയോ അതിൻ്റെ കൂടെ കൃത്യമായ ലിപ്പിൻ്റെ ഒരു അനക്കവും നമ്മൾ പറയുന്നത് പോലെ തന്നെയായിരിക്കും. കാരണം ഏയുടെ ഒരു ഉപയോഗം കൊണ്ട് നമ്മുടെ മുഖവും അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സംസാരവും നമുക്ക് അതിലൂടെ തന്നെ നമ്മൾ പറയുന്നത് പോലെ കൃത്യമായ ലിപ്പ് അനങ്ങുന്നതും ഒക്കെ ചെയ്യാൻ AI സാധിക്കും. ഈ ഡീപ്പ് ഫേക്ക് മാത്രമല്ല, അങ്ങനെ ചിത്രങ്ങൾ നിർമ്മിക്കുകയും വീഡിയോകൾ നിർമ്മിക്കുകയും മാത്രമല്ല, ഈ ഒരു AI ഉപയോഗം വന്നതോടുകൂടി ഒരുപാട് തൊഴിൽ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇനിയിപ്പോൾ ഈ ഗ്രാഫിക്സ് വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെയും അവരുടെ ജോലിയൊക്കെ ഇപ്പോൾ നമ്മുടെ കയ്യിലൊരു ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാം എന്നുള്ളതാണ്. ഒരാളുടെ വീഡിയോ നിർമ്മിക്കാം, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അതിൽ ഒരു ഓഡിയോ ആഡ് ചെയ്യാം, കൂടാതെ അതൊക്കെ മൂവിങ് ആക്കാം. അതായത് എല്ലാം നമുക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഒരു ഫോൺ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. കൂടാതെ ഈ ഒരു AI വന്നതോടുകൂടി ഒരു സ്വകാര്യതയിലേക്കുള്ള ലംഘനം കൂടിയായി. മായയുടെ ചിത്രം കിട്ടിക്കഴിഞ്ഞാൽ എനിക്കതിനെ എന്ത് വേണോ ആക്കാം. എനിക്ക് ഇഷ്ടപ്പെടുന്ന നടനെയോ അല്ലെങ്കിൽ നടിയെയോ ആക്കി മാറ്റാൻ സാധിക്കും. അല്ലെങ്കിൽ എനിക്ക് ഇപ്പോൾ മായയോട് വിരോധമുണ്ടെങ്കിൽ അതിനെ പല രീതിയിൽ നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കും. ഇത് തന്നെയാണ് നമ്മൾ കാണുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നതും, അല്ലേ? തീർച്ചയായും അതാണ്. ഇത് സ്വകാര്യതയിലേക്കുള്ള വളരെ രൂക്ഷമായിട്ടുള്ള ഒരു കടന്നുകയറ്റം കൂടിയാണ്. അത് നമുക്ക് ഇപ്പം നമ്മൾ പുറത്തു വരുന്നത് സിനിമാ നടിമാരുടെയും മറ്റ് സെലിബ്രിറ്റികളുടെയൊക്കെ ഒരു കേസുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അല്ലാതെ സാധാരണക്കാരൻ കൂടി ഇതിന് ഇരയാകുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഒറിജിനാലിറ്റിയെ വെല്ലുന്ന രീതിയിലാണ് ഇത് പടച്ചു വിടുന്നത് എന്നുള്ളതാണ്. ഇതിപ്പോൾ കൃത്യമായ ഒരു നിയമ സംവിധാനം നമ്മുടെ നാട്ടിൽ ഇല്ല എന്നുള്ളതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത്. ഇതിനെതിരെ നമുക്ക് കൃത്യമായി ആരോട് പരാതി പറയണം, ഇതിൽ ഏത് രീതിയിലാണ് നടപടി എടുക്കുക, IT ആക്ട് അടക്കം ഉണ്ടെങ്കിൽ കൂടി ഇതിന് കൃത്യമായ ഇത്തരത്തിലുള്ള ഡീപ്പ് ഫേക്കിനെ നേരിടാനുള്ള ഒരു നിയമ സംവിധാനം നമ്മുടെ നാട്ടിലില്ല എന്നുള്ളതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ലോക ശ്രദ്ധയിലടക്കം കൊണ്ടുവന്നതാണ്. ഇതിനെതിരെയുള്ള നമുക്ക് ഓർമ്മയുണ്ടാവും, ഉച്ചകോടിയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം ഇതിനെതിരെ പറഞ്ഞിട്ടുള്ളതുമൊക്കെയാണ്. എന്തിനേറെ പറയുന്നത്, ഒബാമയുടെ ഒരു ട്രംപിനെതിരെ രൂക്ഷമായ ഭാഷയിൽ സംസാരിക്കുന്ന ഒബാമയുടെ ഒരു വീഡിയോ വന്നിരുന്നു. പക്ഷേ പലരും അപ്പോൾ അതിശയപ്പെട്ടു, ഒബാമയുടെ ഒരു സംസാര ശൈലി ഇതല്ലല്ലോ എന്നുള്ളത്. പക്ഷേ അത് വിശ്വസിപ്പിക്കുന്ന രീതിയിലായിരുന്നു ഇത് വന്നത്. പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് തന്നെ അതിന് വിശദീകരണം നൽകേണ്ടി വന്നു. അതുപോലെ തന്നെയായിരുന്നു നിർമ്മലാ സീതാരാമൻ്റെ കേസിൽ. അതുപോലെ തന്നെ നമ്മുടെ അമിത്ഷാ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൽ നിന്ന് അടർത്തിയെടുത്തിട്ടുള്ള ഒരു ഭാഗം ഒരു വിഭാഗത്തിനെതിരെ എന്നുള്ള രീതിയിൽ പ്രചരിപ്പിച്ചു. അപ്പോൾ ഇത് നമുക്ക് ഈ വ്യക്തിയിലേക്ക് മാത്രമല്ല, ഈ നമ്മുടെ രാജ്യ സുരക്ഷയെയും ഒപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തികത്തിനെയും ഒക്കെ ബാധിക്കുന്ന രീതിയിൽ ഇത്തരത്തിൽ ഈ AI ദുരുപയോഗം ചെയ്തുകൊണ്ട് പല രീതിയിലുള്ള മാൽ പ്രാക്ടീസസും നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഈ AI ഉപയോഗിച്ചുള്ള ഒരുപാട് തട്ടിപ്പുകൾ, അതിന് വിധേയരാകുന്ന ആളുകളെ കുറിച്ചൊക്കെ നമ്മൾ നിരന്തരം വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അതിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു വലിയ ചൂഷണം ഇതിൻ്റെ പിറകിൽ ആളുകൾക്കിടയിലേക്ക് നടക്കുന്നുണ്ട്. ഇത് ശരിയായ രീതിയിൽ ഒരു അവബോധം സൃഷ്ടിക്കാൻ എന്തുകൊണ്ടും ഇപ്പോൾ സർക്കാർ സംവിധാനങ്ങൾക്ക് ഉൾപ്പെടെ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ഈ സാധാരണക്കാരനൊക്കെ ഇത്തരത്തിൽ AI-യുടെ വലയിൽ പെട്ടുപോയി കഴിഞ്ഞാൽ അവിടെ പ്രധാനമായിട്ട് വരുന്നത് സാമ്പത്തിക ചൂഷണം തന്നെയാണ്. അത്തരത്തിലുള്ളൊരു നിരവധി കേസുകളാണ് നമ്മൾ കാണുന്നത്. സൈബർ അറസ്റ്റ് പോലുള്ള ഇപ്പോൾ ഒരു വീട്ടമ്മയെ ഒരു വീഡിയോ കോൾ വരുന്നു, അതിൽ പോലീസ് സംസാരിക്കുന്നു, അവർക്ക് പരിചയമുള്ള ഒരു പോലീസുകാരനാണ്, പക്ഷെ അതൊരു AI സാങ്കേതിക വിദ്യയിലൂടെ വികസിപ്പിച്ചെടുത്ത തട്ടിപ്പാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലായിരുന്നില്ല. മായ സൂചിപ്പിച്ചതുപോലെ സാധാരണക്കാർക്ക് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാകാൻ കുറച്ച് സമയമെടുക്കും എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ഒരു വർഷം മുൻപാണെന്ന് തോന്നുന്നു, ഗോഡ് ഫാദർ എന്ന ഇംഗ്ലീഷ് സിനിമയിലെ
അതെ അതെ പിന്നെ മോഹൻലാലും മമ്മൂട്ടിയും ഫഹദ് ഫാസിലിനെയും വെച്ച് വെച്ച് ആ സിനിമയുടെ ഒരു ക്ലിപ്പിംഗ് വൈറലാവുകയുണ്ടായി. അത് നമ്മുടെ കോട്ടയം സ്വദേശിയാണത് ചെയ്തത്. അവസാനം ഈ വീഡിയോ നിർമ്മിച്ച ആൾ തന്നെ പറയുകയുണ്ടായി, ഞാൻ ആ വീഡിയോ നിർമ്മിച്ചതിൽ എനിക്ക് ഭയങ്കര ദുഃഖമുണ്ട്. കാരണം അതിൻ്റെ ഒരു ദുരുപയോഗം എന്താണ്, ഞാനൊരു തമാശയ്ക്ക് ചെയ്തതാണ്, രസകരമായ രീതിയിൽ ചെയ്തതാണ്. പക്ഷേ എങ്ങനെ അത് ദുരുപയോഗം ചെയ്യുന്നു, നമ്മുടെ നാടിന് എങ്ങനെ വിപത്താകുന്നു എന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്. അങ്ങനെ ആ ഒരു വ്യക്തി മാധ്യമങ്ങൾക്കൊന്നും ഈ ഒരു പ്രതികരണവും കൊടുത്തിരുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞതുപോലെ എങ്ങനെയാണ് നല്ല രീതിയിലും ഉപയോഗിക്കാം, അതുപോലെ തന്നെ അതിന് ദുരുപയോഗവും ചെയ്യാം. നമ്മുടെ കുട്ടികൾക്കാണ് സാങ്കേതികവിദ്യ ഏറ്റവും നന്നായി പെട്ടെന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പരീക്ഷയ്ക്കൊക്കെ പോകുമ്പോൾ ഈ ചാറ്റ് ബോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് അവർ പരീക്ഷ എഴുതുന്നു, കോപ്പി അടിക്കുന്നു. അതായത് ഇതൊക്കെ നെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്, നമ്മളത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലുമാണ് കാര്യം. കൂടാതെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കോടതിയുടെ കാര്യം സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ഹൈക്കോടതിയുടെ 2 ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് യുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ. ഒന്ന്, ഈ വിചാരണ കോടതികളിലെ ഈ സാക്ഷിമൊഴികളും ഈ തെളിവുകളും രേഖപ്പെടുത്തുന്നതിനായി ഒരു അദാലത്ത് എന്ന ഒരു അധിഷ്ഠിത ഉപകരണം നടപ്പിലാക്കാൻ ഈ സംസ്ഥാനത്തെ എല്ലാ കോടതികൾക്കും കേരള ഹൈക്കോടതി നിർദ്ദേശം നൽകി. അതായത് കുറച്ചുകൂടി എളുപ്പത്തിലാക്കാനും ഈ ഒരു തെളിവുകളും അതുപോലെ തന്നെ ഈ സാക്ഷിമൊഴികളും ഒക്കെ രേഖപ്പെടുത്താനായിട്ട് ഉപയോഗിക്കാം എന്ന രീതിയിൽ. അതായത് ഒരു ഗുണമാണത്. രാജ്യത്ത് ഇത്തരത്തിലുള്ളൊരു നീക്കം ആദ്യമായി നടപ്പാക്കുന്നത് കേരളമാണ്. കൂടാതെ രണ്ടാമതൊരു നിർദ്ദേശമുണ്ടായി. അത് ഈ പറഞ്ഞതുപോലെ ഈ ടൂളുകളുടെ സഹായത്തോടെ നമ്മൾ ഇനി കോടതി ഉത്തരവുകൾ പുറപ്പെടുവിക്കരുത് എന്നൊരു സാധനവും. അതായത് കൊണ്ട് എങ്ങനെ ഗുണവും കോടതി നെ ഉപയോഗിക്കുന്നുമുണ്ട്, അതുപോലെ തന്നെ കൊണ്ട് ദോഷവുമുണ്ട് എന്നുള്ളത് കോടതിയുടെ തന്നെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. കൂടാതെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, നമ്മുടെ മായ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട്ടിൽ യുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കഠിനമായ ശിക്ഷ കിട്ടും. അതിന് ശിക്ഷയോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു നിയമനിർമ്മാണമോ നമ്മുടെ നാട്ടിൽ നടപ്പാക്കുന്നില്ല, അത് ഉണ്ടായിട്ടില്ല. അതിൻ്റെ കരട് നിർദ്ദേശങ്ങളൊക്കെ ആ ഒരു പ്രോസസ്സിലാണുള്ളത്. ഇപ്പം അവസാനമായി ഒരു ലേബലിംഗ് വെക്കണം എന്നുള്ളത് നിർദ്ദേശമൊക്കെ വന്നിരുന്നു. പക്ഷെ അത് എത്രത്തോളം പ്രാവർത്തികമാണ് എന്നുള്ളതാണ് ഒരു സംശയം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നിർമ്മിതമാണ് എന്ന് ആദ്യത്തെ കുറച്ച് സമയം അത് വെക്കണം, അങ്ങനെയുള്ള ലേബലിംഗ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് എല്ലാ രീതിയിലും അത് പ്രാവർത്തികമായി കൊള്ളണമെന്നില്ല. കാരണം കർശനമായ ഒരു നിയമ സംവിധാനമാണ് നമുക്ക് വേണ്ടത് എന്നുള്ളതാണ്. നേരത്തെ സൗദിയിലൊക്കെ അങ്ങനെ ആ ഒരു നിയമം ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഇപ്പം ഐശ്വര്യ പറഞ്ഞതുപോലെ ഈ കോടതി പ്രൊസീഡിങ്സ് അടക്കം ഈ ഓൺലൈൻ വഴിയൊക്കെ കിട്ടുമ്പോൾ ചില സംസ്ഥാനം അത് നിർത്തലാക്കി. കാരണം ഈ യെ പേടിച്ചിട്ടാണ് അത് ചെയ്തത്. ഏതെങ്കിലും രീതിയിൽ കൃത്രിമത്വം കാണിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ നിയമവ്യവസ്ഥക്ക് തന്നെ തിരിച്ചടിയാകും എന്നുള്ള ഒരു ഭയം കൊണ്ടാവണം അത്തരത്തിലൊരു നടപടികളിലേക്ക് ഉൾപ്പെടെ നീങ്ങിയത്. ഈ മായ സൂചിപ്പിച്ചതുപോലെ സൗദിയുടെ കാര്യം പറയുകയാണെങ്കിൽ എപ്പോഴും ഈ നിയമത്തിന്റെ കാര്യത്തിൽ സൗദി എപ്പോഴും ഒരു മാതൃകയാണ്. അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷ അത്ര കഠിനമായിരിക്കും. യുടെ കാര്യം പറഞ്ഞ പോലെ ഒരു വ്യക്തി മറ്റൊരാളുടെ ഫോട്ടോ എടുത്ത് അയാളുടെ അനുവാദമില്ലാതെ, അതായത് സ്വകാര്യതയിലുള്ള ലംഘനമാണ്, ഫോട്ടോ എടുത്ത് അതിന് ഡീപ്പ് ഫേക്ക് ചെയ്ത് ആ ഒരു ചിത്രത്തെ മറ്റൊരു ചിത്രമാക്കി മാറ്റി. സൗദി ആദ്യം 9,000 റിയാലാണ് പിഴ ചുമത്തിയത്. കൂടാതെ ശിക്ഷയും കൊടുക്കുകയുണ്ടായി. അതായത് നമ്മുടെ നാട്ടിലും ഇത്തരത്തിൽ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ, ഇതിലേക്ക് മുതിർന്നു കഴിഞ്ഞാൽ തക്കതായ ശിക്ഷ കിട്ടുമെന്ന് ആളുകൾക്കൊരു തോന്നലുണ്ടായാൽ മാത്രമേ ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ ഇനി ഉണ്ടാകാതിരിക്കുകയുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. പിന്നെ എനിക്ക് മനസ്സിലാകുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഇടയ്ക്കുള്ള ആളുകൾ പോലും നമ്മുടെ ഫോട്ടോ യിലേക്ക് ഇട്ട് കഴിഞ്ഞ് നമ്മളൊരു രാജകുമാരിയാകുന്നു, അല്ലെങ്കിൽ നമ്മൾ കുറേ പൂക്കളുടെ ഇടയിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു നായികയോടൊപ്പം സാദൃശ്യം തോന്നുന്ന ഒരു ഫോട്ടോയാക്കി മാറ്റുന്നു. നമ്മുടെ തന്നെ ആളുകളുടെ ഫോട്ടോ എടുത്ത് നോക്കിയാൽ മനസ്സിലാകും. അതൊരു ട്രെൻഡായിരുന്നു. ഇപ്പോഴും ആ ട്രെൻഡ് നടന്നുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് മനസ്സിലാകുന്നത്. DP പോലും ചുവന്ന സാരി ഉടുത്ത സുന്ദരിയായ രൂപമാണ്. അതെ. അപ്പൊ അത് നമ്മളും നമ്മുടെ കൂട്ടത്തിലുള്ളവരും അത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അത് ഈ പറഞ്ഞതുപോലെ നമ്മുടെ വ്യക്തിഗത ഡീറ്റെയിൽസ് ആണ് അങ്ങോട്ടേക്ക് കൊടുക്കുന്നത്. ഒരു ഇടയ്ക്കൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരാളുടെ ഫോട്ടോ യിലേക്ക് കൊടുത്തപ്പോൾ ആ ചിത്രത്തെ, അതായത് സാരി ഉടുത്ത ഫോട്ടോയാണ് അപ്ലോഡ് ചെയ്യുന്നത്. തിരിച്ച് ആ ഫോട്ടോ വേറെ രീതിയിലേക്ക് ചോദിച്ച് വാങ്ങിയപ്പോൾ തൻ്റെ ശരീരത്തിലെ മറുക് പോലും തിരിച്ച് തന്ന ഫോട്ടോയിൽ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഒറിജിനൽ ഫോട്ടോയിൽ ആ മറുക് കൊടുത്തിരുന്നില്ല, അല്ലെങ്കിൽ മറുക് ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ ഫോട്ടോ തിരിച്ച് അവർ ഉദ്ദേശിച്ച ചോദിച്ച രീതിയിൽ, പ്രോംപ്റ്റ് ചെയ്ത രീതിയിൽ ആ ഫോട്ടോ തന്നപ്പോഴേക്കും തൻ്റെ ശരീരത്തിലെ യഥാർത്ഥ മറുക് അതിലുണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ അതായത് നമ്മുടെ ഡീറ്റെയിൽസ് മറ്റൊരാൾക്ക് കൊടുക്കുന്നു. നമ്മുടെ കൂടെ നമ്മളറിയാത്ത ഒരു ശത്രു നമ്മുടെ പുറകിലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ ഈ ഫോണിലുണ്ട്
എന്നുള്ളത് എല്ലാവരും തിരിച്ചറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മളെ ചിന്തകളെ പോലും സ്വാധീനിച്ച് ആ ചിന്തകൾ നടത്തിയെടുത്ത് നമ്മൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് പോലും പറയുന്ന ആ ഒരു സാങ്കേതിക വിദ്യയിലേക്ക് AI വളർന്നു എന്നുള്ളതാണ് നമുക്ക് പല സംഭവങ്ങളിലും മറ്റ് വിദഗ്ധരടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. ഈ AIയുടെ ഏറ്റവും ദൂഷ്യഫലം അതിനൊരു നമ്മൾ അതിനെ ഭയക്കണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് തന്നത് യുട്കോവ്സ്കി. അദ്ദേഹം ഈ AI വിദഗ്ധനും അദ്ദേഹം ഇതിനുമായി നിരന്തരം ഗവേഷണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ടൊരു പുസ്തകം അടക്കം എഴുതുകയുണ്ടായി. അതിൽ പറയുന്നത് ഈ AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് കഴിഞ്ഞ ഒരു സൂപ്പർ ആർട്ടിഫിഷ്യൽ അത്തരത്തിലുള്ള ഒരു കമ്പനിയോ വ്യക്തിയോ ആരെങ്കിലും നിർമ്മിച്ച് അങ്ങനെ ആ രീതിയിലുള്ള ഉപയോഗങ്ങളൊക്കെ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂലോകത്ത് നിന്ന് പോലും ആളുകൾ മരിക്കുന്ന സംഭവം വരെ ഉണ്ടാകുമെന്നുള്ളൊരു വലിയൊരു മുന്നറിയിപ്പ് AI കുറിച്ച് ആദ്യമായി മുന്നറിയിപ്പ് നൽകിയത് അദ്ദേഹമാണ്. ആ ഒരു പുസ്തകത്തിൽ ഇത്തരത്തിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന പലരും ഇതിനെക്കുറിച്ച് പല രീതിയിലുള്ള മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. നമ്മൾക്ക് ചിന്തിക്കാവുന്നതിനും അപ്പുറത്തേക്കാണ് ഈ AIയുടെ വളർച്ച എന്നുള്ളതാണ്. ഇത് പടിപടിയായി വളരുമ്പോൾ നമ്മുടെ നിയമ സംവിധാനങ്ങൾ ഇതിൽ ഒട്ടും വികസിക്കുന്നില്ല. അപ്പോൾ പഴയ നമുക്കുള്ള IT ആക്റ്റും ആ രീതിയിലുള്ള സൈബർ നിയമങ്ങളും വെച്ചാണ് ഇതിനെ എതിർക്കാൻ നോക്കുന്നത്, ഇതിനെ തടയിടാൻ നോക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇത് ഒട്ടും അപര്യാപ്തമല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ചുരുക്കത്തിൽ AI ഉപയോഗിക്കാത്തവരായി ആരും ഇന്നില്ല. എന്നാൽ മനുഷ്യരാശിക്ക് തന്നെ ഭീഷണിയായ ഒന്നായി വളരുകയാണ് AI. ഡീപ്പ് ഫേക്കിലൂടെ ഫേക്ക് വീഡിയോ നിർമ്മിക്കുന്നത് കുട്ടികളാണ് എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന മറ്റൊരു വസ്തുത എന്നുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സൗദി പോലുള്ള രാജ്യങ്ങളെ മാതൃകയാക്കി AIയുടെ ദുരുപയോഗങ്ങൾ തടയുവാനും അതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാനും നമ്മുടെ നിയമ സംവിധാനങ്ങൾക്ക് ആകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.